നടൻ സിദ്ദീഖിനെതിരെയുള്ള ആരോപണം അത് ഉന്നയിച്ചത് രേവതി സമ്പത്ത് 24-ലൂടെയായിരുന്നു. മാത്രമല്ല ഇപ്പോൾ അതിന്റെ ആദ്യ തലയുരുടൽ അതുണ്ടായിരിക്കുന്നു. നടൻ സിദ്ദീഖ് രാജിവെച്ചിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ രേവതി സമ്പത്തിന്റെ ആദ്യ പ്രതികരണം വരികയാണ്. രേവതി സമ്പത്ത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. രേവതി നമ്മൾ ഇന്നലെയും സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, തനിക്ക് വേണ്ടത് ധാർമ്മികമായിട്ടുള്ളൊരു മറുപടിയാണ്. വർഷങ്ങൾക്ക് മുൻപ് അത് നടത്തിയപ്പോൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അമ്മ പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നു. എന്താണ് ആദ്യ പ്രതികരണം? രാജിവെക്കണമല്ലോ. ഇതിന് മുന്നേ ഇറക്കി വിടേണ്ട കേസാണ്. ഞാൻ ഇങ്ങനത്തെ പേരിൽ തന്നെ പറയാം, ഇറക്കി വിടേണ്ട കേസാണ്. അപ്പം അത് അയാൾ രാജിവെക്കണം. ഹി ഡിസേർവ്സ് ഇറ്റ്. ആൻഡ് ഇനിയാണ് ആക്ച്വലി പ്രശ്നങ്ങൾ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഒരു രീതിയും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റിയാക്ഷൻ വെച്ചിട്ടും ഒന്നും അയാൾ മിണ്ടാതിരിക്കുന്ന ഒരാളല്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന് ഈ വിഷയങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഉത്തരവാദിത്വം. ഞാൻ സ്ട്രിക്ട്ലി ബിലീവ് ചെയ്യുന്നുണ്ട്. ഭീഷണിയാണോ ഉദ്ദേശിക്കുന്നത്? അതായത് ഇതിനു മുന്നേയൊക്കെ ധാരാളം ഭീഷണികളുണ്ട്. പക്ഷേ ഡയറക്റ്റായിട്ട് പുള്ളി ഭീഷണി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് അയാൾ കംപ്ലീറ്റ്ലി ഡിസേർവ് ചെയ്യുന്ന ഒരു വിഷയമാണ്. അയാളെന്നല്ല, അയാളെപ്പോലെ ഏതൊരു മനുഷ്യനും ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇറ്റ്സ് ടു ലേറ്റ്. ഇതിനൊക്കെ മുമ്പേ ഇറക്കി വിടേണ്ട കാര്യമാണ്. അതുപോലെ ഞാൻ സ്ട്രിക്ട്ലി ബിലീവ് ചെയ്യുന്ന ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു തരത്തിലുള്ള സ്പേസസിലും, ഒരു തരത്തിലുള്ള കൾച്ചറൽ സ്പേസസിലും, ഒരു തരത്തിലുള്ള മീഡിയ സ്പേസസിലും ഇയാൾക്ക് യാതൊരുവിധ സ്പേസും കൊടുക്കരുതെന്നുള്ളതാണ്. ഇപ്പം തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് കാസ്റ്റ് ചെയ്യാനൊക്കെ വളരെ സുലഭമായി എല്ലാവരും കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഡ്രീമിൻ്റെ മേളിൽ കെട്ടിപ്പണിത ഒരു മഹാനടൻ ടാഗാണ് അയാൾക്കുള്ളത്. അയാൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കാര്യവും പല പെൺകുട്ടികളുടെയും ഡ്രീമിൻ്റെ മുകളിൽ ചവിട്ടി പണിഞ്ഞ ഒരു കാര്യം കൂടെയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ എന്തുമാത്രം സ്പേസ് കൊടുക്കുന്നുള്ളൂ. സോ സ്ട്രിക്ട്ലി അയാളെ ഫിലിമിൽ നിന്നും ബാൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് സിമ്പിൾ. നോബഡി വിൽ ഡു ദാറ്റ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഇതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായൊരു സംഭവമാണ്. പലതരത്തിൽ പല വാതിലുകൾ മുട്ടാൻ നോക്കി, അന്നേരം ഒന്നും ആരുടെയും സപ്പോർട്ട് കിട്ടിയില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതൊരു നീതിയാണ്, ഒരു ആദ്യഘട്ട നീതിയാണെന്നെങ്കിലും കരുതുന്നുണ്ടോ? ചേഞ്ച്, ഷിഫ്റ്റ് ഓഫ് ചേഞ്ച്, അത് നമ്മൾ അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ആ ചേഞ്ചിന് വേണ്ടി എത്രമാത്രം നമ്മൾ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള വഴികളാണ് നമുക്കിവിടെ ഈസി ചെയ്യാനുള്ളത്. ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഫിസിക്കാലിറ്റിയും നമ്മുടെ ഫിസിയോളജിക്കൽ സ്ട്രെങ്തും സൈക്കോളജിക്കൽ സ്ട്രെങ്തും ഇമോഷണൽ ഇതും എല്ലാം കൊടുത്ത് ഫൈനലി ഒരു ചെറിയൊരു ഷിഫ്റ്റ് ഇവിടെ ഉണ്ടാവുകയാണ്. അത്രത്തോളം കുറച്ചുകൂടി ഈസാക്കാൻ നമ്മളെ ഒരു ബഹുജനമായിട്ട് ഇവിടെ സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്തെങ്കിൽ എത്രത്തോളം അല്ലെ ഒരു സർവൈവൻ എത്രത്തോളം ഒരു സ്പേസ് ഉണ്ടെന്ന് സ്വന്തമായിട്ട് തോന്നുമായിരുന്നു എന്നുള്ളതാണ്. ബട്ട് അവിടെ ഒരു ചോദ്യം, രേവതി ഇനി നിയമപരമായി പോകുമോ എന്നുള്ളതാണ്. കാരണം ഇത്രയധികം, അതായത് ഒന്നുമില്ലെങ്കിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതൊക്കെ പല ആൾക്കാരും ആരോപണം പറഞ്ഞത്. രേവതി നിയമ നടപടിയുമായി പോകുമോ? കേസ് കൊടുക്കുമോ? ഇല്ല, ഞാൻ ഇന്നലെ മെൻഷൻ ചെയ്ത പോലെ തന്നെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പേഴ്സണൽ ലൈഫിൻ്റെ മാറ്റർ തന്നെയാണ്. ഈ പോയിന്റിൽ എനിക്ക് അതുമായിട്ട് ഇറങ്ങിത്തിരിക്കാനുള്ള വയ്യാത്തതുകൊണ്ടാണ്, അല്ല വേറൊന്നും കൊണ്ടല്ല. ഒരു ടൈമിൽ ഞാൻ ഇറങ്ങിത്തിരിച്ചിരുന്നു. ഇപ്പം എനിക്ക് കൂടുതലും ഫോക്കസ് എൻ്റെ സെൽഫും ഞാൻ പറഞ്ഞ പോലെ കരിയറാണ്. സമയം വേണ്ടേ നമുക്ക് ഇതിൻ്റെ പുറകെ നടക്കും. ഒരു ചോദ്യം അവശേഷിക്കുകയാണ്, എന്തുകൊണ്ട് നിയമ നടപടിക്ക് പോകുന്നില്ല? കാരണം ആരെങ്കിലും ഒരാൾ നിയമ നടപടിയുമായി വന്നാൽ അവർക്ക് പൂർണ്ണ പിന്തുണ എന്നുള്ളതാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പറഞ്ഞ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു കേസിലേക്ക് പൊക്കൂടെ? അങ്ങനെ ചലഞ്ച് ചെയ്ത് കൂടെ അങ്ങനെ കൂടെ ചലഞ്ച് ചെയ്ത് നിന്നുകൂടെ എന്നുള്ളതാണ്. അത് ഇപ്പം നമ്മൾ ഇനി മുന്നോട്ട് വന്നാൽ മാത്രമേ ഇവർക്ക് കേസ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിനപ്പുറത്തേക്ക് എന്താണ് വേണ്ടത്? വെരി എവിഡന്റ്. അപ്പം ഇപ്പോഴും ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, ആരെങ്കിലും ഒരാൾ മുന്നേ വന്നാലേ നമുക്ക് കേസ് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇങ്ങനെ എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും അറിയേണ്ട എല്ലാ രീതിയിലും അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇനി സിസ്റ്റം തീരുമാനിക്കട്ടെ, അവരൊക്കെ എന്തൊക്കെയാണ് റെസ്പോണ്ട് ചെയ്യണേന്ന് നോക്കട്ടെ എന്നുള്ളതാണ്. എനിക്ക് എനർജി ഇല്ല എന്നുള്ളതാണ് എൻ്റെ റിയാലിറ്റി. അതൊരു പേഴ്സണൽ മാറ്റർ ഓഫ് ഫാക്റ്റ് ആണ്, അത്രേ ഉള്ളൂ. ഈ രേവതി കേസിന് പോകുന്നില്ല, സർക്കാർ സ്വമേധയാ അല്ലെങ്കിൽ സർക്കാർ ഏതെങ്കിലും തരത്തിൽ രേവതിയെ സമീപിച്ചാൽ മൊഴി കൊടുക്കുക, അന്വേഷണത്തോട് സഹകരിക്കുക, അതൊക്കെ ഉണ്ടാകുമോ രേവതിയുടെ ഭാഗത്ത്? അതെനിക്ക് തോന്നുന്നു ആ സമയത്ത് ഉള്ള, ഇപ്പം എനിക്കത് പറയാനേ പറ്റൂല. കാരണം നമുക്ക് ആ സമയത്തുള്ള മെന്റൽ സ്ട്രെങ്തും ആ സമയത്ത് നമ്മുടെ അവൈലബിലിറ്റിയും നമ്മൾ എന്തിലാണോ ഇടപെടുന്നത് ഇതെല്ലാം ബേസ് ചെയ്തിരിക്കും. കാരണം ഇതിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഒരു കേസിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. എനിക്കറിയാം, ഇതിന് മുന്നേ ഇറങ്ങിയോണ്ടൊക്കെ തന്നെ അറിയാം. അപ്പോൾ അത്രത്തോളം ഒരു സോഴ്സ് സ്വന്തമായിട്ട് വേണം. പിന്നെ മെന്റൽ ഹെൽത്ത് ആണ് മെയിനായിട്ട്, മറ്റുള്ള എല്ലാ സോഴ്സും നമുക്ക് മാറ്റിവെക്കാം. പക്ഷെ നമുക്ക് അതിനുള്ളൊരു മാനസികാവസ്ഥ ഒന്നും അത് കുറച്ചുകൂടെ നമ്മളെ ഈ ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ ഞാൻ കുറച്ചുകൂടെ കരിയർ ഓറിയന്റഡ് തന്നെയാണ്. എനിക്ക് തിരിച്ച് ബാക്ക് ടു ട്രാക്ക് ആവണം. ഞാൻ കോച്ചിങ് എടുക്കുന്നുണ്ട്, ആക്ടിങ് കോച്ചിങ് എടുക്കുന്നു, അങ്ങനെ കുറേ വിഷയങ്ങളുമായിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പം എനിക്ക് അതാണ് സത്യം പറഞ്ഞ ഏരിയ. ഒരു ചോദ്യമായി വരുന്നു, ആർക്കും ഉണ്ടാകുന്ന ഒരു സംശയവും ചോദ്യവും ഒക്കെയാണ്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിരവധി പെൺകുട്ടികൾ ഇങ്ങനെ ഉപദ്രവിക്കപ്പെട്ടു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ രേവതി എടുത്തൊരു ഇനിഷ്യേറ്റീവിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ നിയമ നടപടിക്ക് കൂടി കടന്നുകൂടെ? അതെന്തുകൊണ്ട് കടക്കുന്നില്ല? അതൊരു സംശയത്തിന്റെ എലമെന്റായി കൂടി മാറല്ലേ?
അത് എനിക്ക് അറിഞ്ഞൂടാ. ഈ സംശയത്തിന്റെ എലമെന്റ് തോന്നുമായിരിക്കാം, പക്ഷേ എൻ്റെ ഒരു റിയാലിറ്റിയിൽ എനിക്ക് ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് നോക്കാണ്ട് ഒരിക്കലും ഒരു കേസ് ഒന്നും പറഞ്ഞ് എടുത്ത് ചാടാൻ പറ്റില്ല ഇപ്പോൾ നിൽക്കുന്ന ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ. അതൊരു പേഴ്സണൽ കംഫർട്ടിന്റെ കാര്യം കൂടെയാണ്. അപ്പോൾ എനിക്കിതെല്ലാം നോക്കിയിട്ട് എനിക്കൊരു കാര്യം വേണമോ വേണ്ടയോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പറയാൻ പറ്റില്ല, ഭാവിയിൽ ചിലപ്പം ഞാൻ എല്ലാ സോഴ്സും ഫേസ് ചെയ്യാനുള്ളൊരു മെന്റൽ ഹെൽത്ത് എനിക്ക് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പോകും. അത് ഈ പോയിന്റിൽ എനിക്കെങ്ങനെ ഞാൻ പോവും അല്ലെങ്കിൽ പോവില്ല എന്നെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ദർ ആർ സോ മച്ച് ഓഫ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. രേവതി പറഞ്ഞ മറ്റൊരു കാര്യം, സമാനമായി സിദ്ദീഖിന്റെ ഭാഗത്ത് നിന്ന് തന്നെ മറ്റു ചില സുഹൃത്തുക്കൾ ഇങ്ങനെ പെരുമാറ്റമുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പരാതിയുമായി വരാൻ സാധ്യതയുണ്ടോ ഇനി? കാരണം ഇതൊരു മാതൃകാപരമായ തീരുമാനമാണ്. സത്യം പറഞ്ഞാൽ അവരുടെ പല പേഴ്സണൽ റീസൺസ് കൊണ്ടാണ് അവരൊന്നും വരാത്തത്. ഇദ്ദേഹത്തിന്റെ ഹോട്ടലിൽ തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, മാമാമിയ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ. ആ ഹോട്ടലിൽ വർക്ക് ചെയ്ത സ്ത്രീകളടക്കം ഇദ്ദേഹത്തിന് നേരിട്ട വിഷയങ്ങൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് സ്വന്തം ഹോട്ടലിൽ നിന്നാണ്. പണ്ട് മാമാമിയ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ സമയത്തേക്ക് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇപ്പൊ എന്റെ സ്റ്റേറ്റ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അവിടെ നിന്ന് വരെ വർക്ക് ചെയ്ത എംപ്ലോയീസ് പെൺകുട്ടികളടക്കം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇദ്ദേഹം അവരോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു. സോ ദർ ആർ സോ മച്ച് ഓഫ് വിമൺ ഇതിനകത്ത്. അപ്പം അവര് പല ഫാക്ടേഴ്സും ഉണ്ട്. ചിലർക്ക് വീട്ടിൽ അങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കില്ല, ചിലർ മാരീഡ് ആയിരിക്കും, മാരീഡ് ആയതുകൊണ്ട് ലൈക്ക് ഭർത്താവിന്റെയും സപ്പോർട്ടിങ്, ഇത് കുറെ വിഷയങ്ങൾ ഫോക്കസ് ചെയ്ത് വരുന്നത് കൊണ്ട് അവർക്ക് ഒന്നും, അതായത് ഒരു പുറത്ത് വന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പോലും പബ്ലിക്കായിട്ട് പറയാനുള്ള പറ്റുന്നില്ല എന്നുള്ളത്. അവിടെ എന്റെ സംശയം, ഇപ്പോൾ സിദ്ദീഖിനെതിരെ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായി, രേവതി സമ്പത്ത് മുന്നിട്ടിറങ്ങി ധൈര്യമായി, പെൺകുട്ടികൾക്ക് ധൈര്യമായി കൂടുതൽ സുഹൃത്തുക്കൾ അങ്ങനെ വരണം എന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുകയോ രേവതിയോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ വെറും ഒരു സംസാരം മാത്രമല്ല, വിത്ത് ഫുൾ എവിഡൻസ്, സ്ക്രീൻഷോട്ട്സ് അദ്ദേഹം എനിക്ക് അയച്ച സെയിം അക്കൗണ്ട് തന്നെയാണ് എത്രയോ ആളുകൾക്ക് മെസ്സേജ് പോയിരിക്കുന്നത്, സിമിലർ അക്കൗണ്ട് ഒരു സമയത്ത്. പിന്നെ പല രീതിയിൽ അയാൾ അപ്രോച്ച് ചെയ്തിരിക്കുന്ന പല മെസ്സേജസും കാര്യങ്ങളും എല്ലാം, ഈവൻ ഓഡിയോസ് ആണെങ്കിലും എല്ലാം ഇതൊക്കെ കാണിച്ചാണ് അവർ, വിത്ത് എവിഡൻസ് ആണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പേഴ്സണലി അവർ തന്നെ നമുക്കൊരു നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്ത് പറയുന്ന കാര്യങ്ങളാണ്. എല്ലാവരും പുറത്ത് വരണമെന്നുണ്ട്, പക്ഷെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ് അത് പുറത്ത് വരാന്നുള്ളത്. എനിക്ക് പേഴ്സണലി ഒന്നും അതിനകത്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. വന്നാൽ ആഗ്രഹം, വന്നാൽ വളരെ സന്തോഷം, എല്ലാവരും ഒരുമിച്ച് വരികയാണെങ്കിൽ വളരെ സന്തോഷം. ഇന്നലെ നമ്മുടെ എൻകൗണ്ടർ, അതായത് ഇന്നലെ ഏഴര എൻകൗണ്ടറിന് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. രേവതിക്ക് അതിനുശേഷം ഏതെങ്കിലും തരത്തിലൊരു ഭീഷണി, ത്രെട്ട്, അതായത് ഇന്നലെ രാത്രിക്ക് ശേഷം, ഇന്നലെ എന്നോട് സംസാരിക്കുന്നത് 3 മണിയായി ഉറങ്ങിയെന്ന് പറഞ്ഞു, എന്തെങ്കിലും ത്രെട്ട് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് പിന്മാറണം എന്നൊരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു എവിടെന്നെങ്കിലും? ഈ സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും തന്നെ വന്നിട്ടില്ല. എൻ്റെ ഫോണിൽ അങ്ങനത്തെ ഒരു നെഗറ്റിവിറ്റിയും വന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു ചേഞ്ച് ഓഫ് ഷിഫ്റ്റ് എനിക്ക് പല സ്ഥലങ്ങളിലും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കുറച്ചുകൂടെ ആളുകൾ അതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി മനസ്സിലാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. അപ്പം അത് സോഷ്യലി അത് ഒബ്സർവ് ചെയ്യുമ്പോഴും സംവെയർ പീപ്പിൾ ആർ റെഡി ടു ലേൺ, അല്ലെങ്കിൽ പീപ്പിൾ ആർ റെഡി ടു ഒബ്സർവ്. ഇങ്ങനെയാണ്, അതിന് ഇങ്ങനത്തെ ഒരു ആസ്പെക്ട് ഉണ്ട്, ഇവിടെ നമ്മളിത് മനസ്സിലാക്കണം. ആളുകൾക്കും ആ ഒരു ചെറിയൊരു ഷിഫ്റ്റ് ഓഫ് ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ഇന്നലെ അങ്ങനെ ഒന്നും തന്നെ ഭീഷണി രീതികളൊന്നും തന്നെ വന്നിട്ടില്ല. പല വാതിലുകൾ അന്ന് മുട്ടി. അന്ന് ഒരുപക്ഷെ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഈ ദുരനുഭവം ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ പല വാതിലുകൾ മുട്ടി എന്ന് രേവതി തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതിലേതെങ്കിലും ഔദ്യോഗികമായി ഏതെങ്കിലും സംഘടനകൾ, അതല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനങ്ങൾ, പോലീസിംഗ് സംവിധാനമോ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു നീക്കം നടത്തിയിരുന്നു? സപ്പോർട്ട് കിട്ടിയില്ലെന്നാണ് ഇന്നലെ രേവതി പറഞ്ഞത്. ഞാനിത് ഈ പറയുന്ന പെർട്ടിക്കുലർ വ്യക്തി, പിന്നെ മിസ്റ്റർ സിദ്ദീഖുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരിടത്തും കേസായിട്ട് അങ്ങനെ ഞാൻ കൊടുത്തിട്ടില്ല പറഞ്ഞ പോലെ. പക്ഷെ വേറെ പലരും ഞാൻ നെയിംസ് പുറത്ത് വിട്ടപ്പോൾ ഞാൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡിഫമേഷനൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടൊക്കെ തന്നെ എനിക്ക് കേസ് ലീഗലി ഫോഴ്സ്ഡ് ആയിരുന്നു ഞാൻ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതും, എൻ്റെ ഭാഗം നോക്കുക, കുറച്ച് മൂവ് ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ലീഗൽ സിസ്റ്റത്തിന്റെ തന്നെയാണ് എനിക്ക് ഈ പറയുന്ന സ്റ്റേഷനിൽ നിന്നും പലയിടത്തും എനിക്ക് പല രീതിയിലുള്ള വെർബൽ റേപ്പുകളും കാര്യങ്ങളും ഉണ്ടായി എന്നുള്ളത്. എനിക്ക് പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റേഷനിൽ നിന്നുണ്ടായി അങ്ങനെ? ഒബ്വിയസ്ലി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് എനിക്ക് ഫസ്റ്റ് ലെവൽ ഓഫ് വെർബൽ റേപ്സ് ഉണ്ടാവുന്നത്. ലൈക്ക് നിങ്ങളെ പ്രശ്നമാണ്, നിങ്ങൾ ഡ്രസ്സിങ്ങിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കൊഴിഞ്ഞങ്ങ് പോയാൽ പോലെ, നിങ്ങൾക്ക് സിനിമ ഇൻഡസ്ട്രി ഇത്രയും പ്രശ്നമാണെങ്കിൽ നിങ്ങൾ എന്താണ് ഫിലിം ഇൻഡസ്ട്രി നിൽക്കുന്ന എന്താണ്? ഈ പറയുന്ന സിനിമാ താരങ്ങൾക്കെതിരെ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ അവരൊരു ഡിഫമേഷൻ കേസ് കൊടുക്കുന്നു. ആ ഡിഫമേഷൻ കേസിന് വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അലിഗേഷൻ ഉണ്ടായി, വെർബൽ റേപ്പിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. വെർബൽ റേപ്പിംഗ് ഉണ്ടായി, മാനസികപരമായിട്ട് ഭയങ്കരമായിട്ട് തളർത്തിയവർ തന്നെ എനിക്ക് തിരിച്ച് ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടി വന്നു. എൻ്റെ കേസിന് അവർ ഒരു രീതിയിലും പ്രധാനമായി ഫോളോ അപ്പ് ഇല്ല. എന്തുണ്ടെങ്കിലും ഞാൻ വിളിച്ച് സാർ എന്തായി എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം അത് തന്നെ ഭയങ്കര ദയനീയമായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറേ വിഷയങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് സപ്പോർട്ട് ഗ്രൂപ്പ്സുകളുണ്ടല്ലോ നമുക്ക്, സോക്കോൾ കളക്റ്റീവ് ആണെങ്കിലും ഒക്കെ. എനിക്ക് പേഴ്സണലി ഒരിടത്തുനിന്നും ഒരു സപ്പോർട്ടും പേഴ്സണലി കിട്ടിയിട്ടില്ല. പോലീസ് ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മന്ത്രി തന്നെ പറഞ്ഞത്
പോലീസിന്റെ സുരക്ഷിതത്വം ഉണ്ടാകും, പോലീസിന്റെ നടപടി ഉണ്ടാകും, പക്ഷെ പരാതിയുമായി വന്നാൽ മതി എന്നാണ്. പരാതിയുമായിട്ടല്ലെങ്കിൽ കൂടി അലിഗേഷൻ ഉന്നയിച്ച രേവതി സമ്പത്തിന് സർക്കാരിന്റെ തന്നെ സിസ്റ്റമായ പോലീസിന്റെ ഭാഗത്ത് നിന്ന് മോശം അനുഭവം ഉണ്ടായി. അത് ഇപ്പം പോലീസിന്റെ ഭാഗത്ത് പ്രൊട്ടക്ഷൻ ഉണ്ടാവുമെന്ന് പറയുമ്പോഴും ഈ പോലീസുകാർ പലപ്പോഴും അബ്യൂസിന്റെ മീനിങ് പോലും അറിയാത്ത ആൾക്കാരാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ ജനറലി ആക്ഷേപിച്ച് പറയുന്നതല്ല. ദർ ആർ ലൈക്ക് വെരി ഫ്യൂ, 1-2 ആൾക്കാരെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. പക്ഷെ പല മെജോറിറ്റി എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അബ്യൂസ് എന്താണെന്ന് അറിയില്ല. ലൈക്ക് ഞാൻ ഇമോഷണൽ അബ്യൂസ് ആണ് ഇന്നൊരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായെന്ന് പറയുമ്പോൾ ദേ ആർ ലൈക്ക് ഇമോഷണൽ അബ്യൂസ്. അപ്പോൾ വേറെ ശാരീരികമായി പിടിച്ചോ ഇങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് എന്താണ് അബ്യൂസ് എന്ന് അറിയില്ല. അതിന്റെ പല സെക്ടേഴ്സും പറഞ്ഞുകൂടാ, ഏതൊക്കെയാണ് പ്രശ്നം, ഇതൊന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ്. എനിക്ക് അവിടെ നിന്ന് മാത്രമല്ല, ഞാൻ നോക്ക് ചെയ്ത ഡോറുകൾ കുറേ ഉണ്ട്. സപ്പോർട്ട് ഗ്രൂപ്പ്സ് ആണെങ്കിലും കളക്റ്റീവ് ആണെങ്കിലും പല ഗ്രൂപ്പുകളിലും ഞാൻ ഇത് പറയേണ്ടി വന്നൊരു സമയമുണ്ട്, അറിഞ്ഞ സമയമുണ്ട്. അറിഞ്ഞ ടൈമിലാണെങ്കിലും എനിക്ക് അവിടെ നിന്നൊന്നും തന്നെ അതായത് എല്ലാവരും ലിറ്ററലി പറഞ്ഞത് ടു ഷട്ട് മൈ മൗത്ത്, മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. സിനിമാ മേഖലയിലെ ഏതെങ്കിലും പ്രമുഖരായിട്ടുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ദർ ആർ മെനി എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കാർ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സപ്പോർട്ട് ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. അതെനിക്ക് ഓരോരുത്തർ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. റിയാലിറ്റി ഇങ്ങനെയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞത് ടു ഷട്ട് മൈ മൗത്ത് എന്ന് തന്നെയാണ്. പക്ഷേ ചിലർ പറയുന്നത് അതിന് കുറച്ച് അഡ്വൈസ് പോലെ പറയും. വേറെ ചിലർ പറയുന്നത് കുറച്ച് ഫ്ലേവർ ആഡ് ചെയ്ത് പറയും. ചിലർ പേടിപ്പിക്കുന്ന രീതി പറയും, ചിലർ സ്നേഹം കൊണ്ടാണെന്നുള്ള രീതി പറയും. പക്ഷേ പറയുന്ന ഒരു സപ്പോർട്ട് തേടി പോകുന്നു, അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ട്, ആരുടെയെങ്കിലും പേര് ഈ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞത് അവരെ അപകീർത്തിപ്പെടുത്താനൊന്നുമല്ല, പക്ഷേ അങ്ങനെ കൂടി ഉണ്ടാകരുത്. കാരണം ഇതൊരു ഇൻഡസ്ട്രിയാണ് എന്നുള്ളതുകൊണ്ട് അങ്ങനെ ആരുടെയെങ്കിലും പേര് പുറത്തു പറയാൻ കഴിയുമോ ഇപ്പം? ഇല്ല, ഞാൻ ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം. ആ വിഷയങ്ങൾ പറയാൻ അത് റൈറ്റ് ടൈം അല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും എന്നെ ഷട്ട് ഡൗൺ ചെയ്യാൻ, മൗത്ത് ഷട്ട് ഡൗൺ ചെയ്യാൻ തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. അത് ഈ പറഞ്ഞ പോലെ പല ഫോംസിൽ പറഞ്ഞു. ചിലർ സ്നേഹം കൊണ്ടെന്നുള്ള രീതി. ബട്ട് ഇവരെല്ലാവരും പറഞ്ഞതിന് ഒരേ മീനിങ്ങേ ഉള്ളൂ, ഞാൻ മിണ്ടരുത് എന്നുള്ളതാണ് എല്ലായിടത്തുനിന്നും കിട്ടിയത്. അത് എനിക്ക് സപ്പോർട്ടായിട്ട് കാണിക്കുന്ന ആൾക്കാരടക്കം സപ്പോർട്ട് ഗ്രൂപ്പ്സിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് ഉണ്ടായത്. അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്, എനിക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ടും എൻ്റെ അമ്മയച്ഛനും എനിക്ക് വേണ്ടി ഞാനും ഒഴിച്ചാൽ ഒരാളും എനിക്ക് ഇതിനു വേണ്ടി നിന്നിട്ടില്ല. മറ്റാരെങ്കിലും രേവതിയോട് മോശം ഒരു ബിഹേവിയർ, അത് പറയുന്ന വെർബലി ആണെങ്കിൽ കൂടി എന്തെങ്കിലും മോശം ബിഹേവിയർ ഒക്കെ ഉണ്ടായി, അതൊക്കെ ഇപ്പോൾ പരസ്യമായിട്ട് പല പേരുകൾ പറഞ്ഞു. ഇപ്പോൾ സിദ്ദീഖിൻ്റെ പേര് പറഞ്ഞു, മറ്റാരുടെയെങ്കിലും പേര് അങ്ങനെ ഉണ്ടോ? കാര്യം സോഷ്യൽ മീഡിയ, രേവതിയുടെ സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ ആ സോഷ്യൽ മീഡിയയിലൊക്കെ പല പേരുകൾ പറയുന്നുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. ഇനി പറയാനൊക്കെ എടുക്കണമെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. പെണ്ണുങ്ങൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം പറയാൻ പറ്റുന്ന അബ്യൂസസിന്റെ പേര് 1 മുതൽ 2 വരെ. അതിനപ്പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. ബിക്കോസ് ആളുകൾ സഡൻലി എടുക്കുന്ന ഒരു വിഷയം എങ്ങനെയാണെന്ന് പറയും, ഇത്രയും പേര് നിന്നെ എങ്ങനെയാണ് കയറി പിടിച്ചത്, ഈ ഒരു ചിന്ത മാത്രമാണ് ആളുകൾക്കുള്ളത്. ഇഷ്ടംപോലെ, അതായത് ഇരുന്ന് കഴിഞ്ഞാൽ എത്രയോ മണിക്കൂർ സംസാരിക്കേണ്ടി വരും. പല മുഖങ്ങളും ഇവിടെ ഉടയും എന്നുള്ളതാണ്. അത് പറയണമല്ലോ, അത് കാരണം അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ താങ്കളുടെ ഒറ്റ പ്രതികരണം കൊണ്ട് സ്ഥാനം ചലിച്ചിരിക്കുന്നു. അപ്പോൾ കൂടുതൽ പേരുകൾ പറയാനുള്ള ധൈര്യം കാണിക്കേണ്ട രേവതി. അതെ, ഞാൻ ഇന്നലെ മെൻഷൻ ചെയ്തിരുന്നു, ഈ അടിച്ചു കയറി വാന്ന് പറയുന്ന ഒരു ഡയലോഗ് ഇവിടെ ഫേമസ് ആയ ഒരു ആക്ടർ ഉണ്ട്. ആ ആക്ടർ ഇതുപോലെ ഞാൻ ഇന്നലെ ന്യൂസിൽ പറഞ്ഞതുപോലെ തന്നെ അയാൾ ഒരു ദിവസം രാത്രി എന്നെ കോൾ ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ആയി പറയാലോ, അത് ജലോത്സവം സിനിമയിലെ ആ കഥാപാത്രമാണ്, ആ പേരെടുത്ത് പറയാലോ നമുക്കത്. അപ്പം അദ്ദേഹം മിസ്റ്റർ റിയാസ് ഖാൻ. അപ്പോൾ അയാൾ ഇതുപോലെ അയാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ശിവ എന്ന് പറയുന്നൊരു ഫോട്ടോഗ്രാഫറാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കുന്നത്. അതിനുശേഷം അയാൾ എന്നെ വിളിച്ച് വളരെ മോശപ്പെട്ട് പറയാൻ പോലും പറ്റത്തില്ല. അങ്ങനത്തെ രീതിയിൽ അന്നും ഞാൻ ഷോക്ക്ഡാണ്. എനിക്ക് ഈ ഫോണ് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാര്യം എന്താ പറയുക എന്ന് നമുക്കറിയില്ല. ഇറ്റ്സ് ഈസി ടു സേ ദറ്റ് കട്ട് ചെയ്തിട്ട് പോയാൽ പോരെ എന്നിപ്പം നമുക്ക് പറയാം. പക്ഷെ അന്ന് ഞാൻ സ്റ്റക്ഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് സെക്സ് ഇഷ്ടമാണോ, നിങ്ങൾ സെക്സ് ചെയ്യാറുണ്ടോ, നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പൊസിഷനാണ് ഇഷ്ടം, ഇത്രയും മലച്ചമായിട്ടാണ് അയാൾ ഹോപ്പ് അയാൾക്കും എൻ്റെ പ്രായത്തിലുള്ളൊരു കുട്ടി അന്നുണ്ട് ഒബ്വിയസ്ലി. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, ഡു വൺ തിങ്, ഞാൻ കൊച്ചിയിലുണ്ട് ഫോർ 9 days ഞാനുണ്ട് കൊച്ചിയിൽ. അപ്പോൾ പിന്നെ ദയവ് ചെയ്തൊന്ന് നിങ്ങളെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ ഒപ്പിച്ച് തന്നാലും മതി. ഇങ്ങനെയൊക്കെ സംസാരിച്ച ഒരു വ്യക്തിയാണ്. ആ സ്പോട്ടിൽ തന്നെ ഞാൻ ആ പറയുന്ന ഫോട്ടോഗ്രാഫറിനെ തിരിച്ച് വിളിച്ച് നിങ്ങൾ എന്തിനാ നമ്പർ കൊടുത്തതെന്ന് ചോദിച്ച് വഴക്ക് വയ്ക്കുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. റിയാസ് ഖാന്റെ പേര് നമ്മളിപ്പോൾ ഒരു പക്ഷേ അത് ഒരു പുതിയ വെളിപ്പെടുത്തലായി കൂടി നമുക്ക് കണക്കാക്കാൻ കഴിയും. പക്ഷെ അപ്പോഴും അതിൻ്റെ ഒരു റിയാസ് ഖാൻ എന്ന് പറയപ്പെടുന്ന ആളെ നിങ്ങളപ്പോൾ തടസ്സപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? ഇല്ല, അയാൾ ആ ഒരൊറ്റ കോളിൽ വെച്ചിട്ട് പോയി, ഇത് സംസാരിച്ചു വെച്ചിട്ട് പോയി. പിന്നീടുള്ള ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ എനിക്കായിരുന്നു, ഇതെന്താ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചെന്നുള്ളൊരു അന്തം വിടൽ. ബിക്കോസ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വളരെ ടു യങ് ആയി. ഞാൻ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ ആളുകൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പം ആദ്യം കരുതി ഒരാൾ മാത്രമല്ലേ ബിഹേവ് ചെയ്തത്, കുറേ നല്ല ആൾക്കാർ കാണും, കൊച്ചുകുട്ടിയാണ് അങ്ങനെ വിചാരിക്കുള്ളൂ. അപ്പം
പിന്നെ ഓരോ ആളുകളും എവിടെ പോയാലും ഏത് ചാൻസ് വന്നാലും ആദ്യം ചോദിക്കുന്നത് അത് മാഡം പിന്നെ നമുക്കൊരു വിഷയമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ചു, പേയ്മെന്റ് അടക്കം തന്നു, നൈറ്റ് വിളിക്കുകയാണ്, അത് മാഡം ഒരു വിഷയമുണ്ട്, അതായത് വേറൊന്നുമല്ല മാഡം ഓക്കെ ആണെന്നൊക്കെ നമുക്കറിയാം, അതായത് അവരെന്നെ തീരുമാനിച്ചു ഓക്കെ ആണെന്നുള്ളത്, മാഡം ഒന്ന് സഹകരിക്കേണ്ടി വരും. എനിക്ക് ആദ്യം ഒന്നും ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. നമുക്ക് ഓക്സ്ഫോർഡിൽ അറിയുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ വാക്ക് എന്താ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, ഞാൻ ഇപ്പം താങ്കളോട്ട് ഇരിക്കുന്നു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങാം, ഇത്രേ നമുക്കറിയുള്ളൂ. അപ്പം വിളിച്ചിട്ട് പറയാണ് സഹകരിക്കേണ്ടത്. അപ്പം ഞാൻ അന്ന് കേട്ട് ഓൾമോസ്റ്റ് എനിക്ക് റിയലൈസ് ചെയ്ത് തുടങ്ങി ഇതൊരു സ്ഥിരം പരിപാടിയാണ് ഇവരുടെ എന്നുള്ളത്. അപ്പം എന്ത് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ചോദിച്ചു, ഞാൻ അവരോട് സംസാരിക്കാൻ തയ്യാറായി. അതുവരെ ഞാൻ നമ്പാണ് പലയിടത്തും. എന്ത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചു. ആരായിട്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റ്, അത് നമ്മൾ ഡയറക്ടറിന്റെ അടുത്തും ചെയ്യേണ്ടി വരും, പിന്നെ ഒന്ന് ക്യാമറാമാൻ, ഞാൻ ഓക്കെ ഇനി നെക്സ്റ്റ് വേറെ ആരാ, പിന്നെ ക്യാമറാമാൻ, പിന്നെ എഡിറ്റർ, ഞാൻ ഓക്കെ, അതായത് ഫുൾ ടീമുമായിട്ട് ചെയ്യണം അല്ലേ, അതാണല്ലേ എന്ന്. ലൈക്ക് സോ സിമ്പിൾ. അവർ പറഞ്ഞങ്ങ് വിടുകയാണ്, ഇത്രയും ഉണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ഒന്നും നോക്കിയില്ല, തിരിച്ച് അഡ്വാൻസ് തിരികെ കൊടുത്തു, കട്ട് ചെയ്തു. ഇതാണ് ചെയ്തത്. ഇതുപോലെ നിരവധി, ഇതേ ഉള്ളൂ അതിനകത്ത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രമുഖർ എന്നാണ് പറയുന്നത്. രേവതി കുറച്ച് പേരുകൾ പറയുകയാണ്. ഇനിയും ആ പേരുകൾ ഒരുപാട് പേരുണ്ടോ? അത്തരം നിങ്ങളുടെ സൗഹൃദ വലയത്തിലൊക്കെ ഇത്തരം ചൂഷണങ്ങൾക്കൊക്കെ വിധേയരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള പേര് പറയാൻ ഒരു പക്ഷേ വരും ദിവസങ്ങളൊക്കെ പേര് പറയാൻ സാധ്യതയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരെല്ലാം പറയുമായിരിക്കാം, എനിക്കറിയില്ല. ചിലർ പറയൂല. കാര്യം ഇതൊരു ഹൈ റിസ്ക് ആണ്, പേര് പറയുക എന്നൊക്കെ പറയുന്നത് തന്നെ അതൊരു വലിയ ഇറ്റ് ടേക്സ് എ ലോട്ട്. ഇത്രയും വർഷം വേണ്ടി വന്നു എനിക്കിവിടെ ഇരുന്ന് ഇങ്ങനെ പറയാൻ. പക്ഷെ ഐ ഡോണ്ട് കെയർ, ഇനി എന്ത് വന്നാലും എന്ത് ചെയ്താലും ഐ ഹാവ് നത്തിങ് ടു ലൂസ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ രേവതി 2020-2019 ഇതിന്റെ പേര് വളരെ റീസെന്റ് ആണ് പേരുകൾ ഇടുന്നത്, കുറച്ച് വർഷങ്ങൾ ഇതേ ഉള്ളൂ. അപ്പോൾ ഈ പേരുകൾ ഇട്ടതിന് ശേഷം സിദ്ദീഖ് രേവതിയെ വിളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ഏതെങ്കിലും മാർഗത്തിൽ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അയാൾ ഡയറക്റ്റായിട്ട് അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പലയിടത്തും ഇങ്ങനെ പറയുന്ന പോലെ വേറെ ആളുകൾ വിളിച്ച് സംസാരിക്കുമ്പോഴും മ്യൂച്വലി അറിയുന്ന കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. സോ ലൈക്ക് ഇയാളുമായിട്ട് കണക്ഷനുള്ള ആൾക്കാരാണോ വിളിക്കുന്നതൊക്കെ സംശയാസ്പദമായി തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. പല ആളുകളെയും വെച്ചിട്ടാണ് കോൾ ചെയ്യുന്നതും ഇതെല്ലാം. പുള്ളി ഒരിക്കലും ഡയറക്റ്റ്ലി ചെയ്യൂല, ബിക്കോസ് ഐദർ വി റെക്കോർഡ്, ഇതൊക്കെ അവർക്ക് പേടി കാണുമല്ലോ എന്തായാലും. ഒരു അന്വേഷണമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ രേവതികൾ കൈമാറാൻ തെളിവുകളുണ്ടോ? അല്ല, അത് കംപ്ലീറ്റ്ലി പേഴ്സണൽ. തെളിവുകളുണ്ട്, സിദ്ദിഖിന് അഗെയിൻസ്റ്റ് ആയിട്ട് തെളിവുകളുണ്ട്. ബിക്കോസ് കൂടുതലും അത് ടെക്സ്റ്റിലാണ് അയാൾ ഇമേജസ് ചോദിച്ചത്. ഞാൻ ഇന്നലെ മെൻഷൻ ചെയ്ത പോലെ കുറേ വൃത്തികേടുകൾ ഇയാൾ പറയുന്ന ടെക്സ്റ്റിൽ വാട്സപ്പിലാണ്, പിന്നെ ഇയാളുടെ ഒരു അക്കൗണ്ട് FB-യിൽ, ഇതൊക്കെയാണ് തുടക്കം. സോ തെളിവുകളുണ്ട്, അതെല്ലാം പേഴ്സണലായിട്ട് ഉണ്ട്. കൈമാറാൻ ഒരു മടിയില്ല. പോലീസിന് ഞാനൊരു കേസുമായിട്ട് മുന്നോട്ട് പോവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഇപ്പം എനിക്ക് അതൊന്നും തന്നെ മനസ്സിലില്ല എന്നുള്ളത്. എൻ്റെ കരിയർ മാത്രമേ മനസ്സിലുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ദയവ് ചെയ്ത് പുതിയ ഡയറക്ടേഴ്സ് ആണെങ്കിലും പൊളിറ്റിക്സ് 24 മണിക്കൂറും പൊളിറ്റിക്സ് പറയുന്നവരാണെങ്കിലും അങ്ങനെയുള്ള സിനിമകൾ എടുക്കുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് ആലോചിച്ച് ഞാൻ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ ഇയാൾ ഇമേജ് ഇങ്ങനെ വരും. ഇത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ അല്ല ഈ വിഷയം. എത്രയോ സർവൈവേഴ്സിന് ഇത് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെയൊക്കെ സ്വപ്നത്തിൽ ചവിട്ടി നിന്നിട്ടുള്ള ഇമേജാണ് ഇതെല്ലാം, മനസ്സിലായില്ലേ? മഹാനടൻ എന്നും പറഞ്ഞിട്ട് അയാൾ ഓരോ ഫിലിമിൽ വരുമ്പോൾ ഹി ഡിഡ്ന്റ് ഡിസേർവ് എനിത്തിങ്. അത്രയും ക്രിമിനലാണ് അയാൾ ഒന്നും ഡിസേർവ് ചെയ്യുന്നില്ല. എനിക്കത് പറയാൻ യാതൊരു മടിയുമില്ല, അത്രേ ഉള്ളൂ. ഇപ്പോഴും ഈ സിദ്ദീഖിന്റെ രാജി അതൊരു ധാർമ്മികതാ പ്രശ്നം എന്ന രീതിയിലാണ് സിദ്ദീഖ് പ്രതികരിച്ചത്. കാരണം തലപ്പത്തിരിക്കുന്നയാൾ, ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നയാൾ രാജിവെക്കുന്നു, ധാർമ്മികത അത് മാത്രമാണ്, അതല്ല ഇത് കുറ്റസമ്മതമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. അത് ഈ പറഞ്ഞ പോലെ ഇറക്കി വിടേണ്ട കേസല്ലേ. അപ്പം അതിനെ കുറച്ച് എന്താണ്, സിദ്ദിഖ് അല്ലേ, ദി സിദ്ദിഖ്. സോ ഹി നോ എങ്ങനെയാണ് ഓരോ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആളുകളിൽ നിന്നൊരു ഇമേജ് കൈപ്പറ്റേണ്ടത്. അയ്യോ പാവം ഇക്ക, പിന്നെ ഇത്രയും ആളുകളെല്ലാം സ്നേഹമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന, വെള്ള ഷർട്ട് ഇടുന്ന, വളരെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായ ഇക്ക എന്നുള്ളൊരു രീതിയിൽ അയാൾക്ക് അറിയാം എങ്ങനെ ആളുകളെ സൈക്കോളജിക്കലി ടാക്ട് ചെയ്യണം എന്നുള്ള നല്ല രീതിയിൽ. അതുകൊണ്ടാണ് അയാൾ ക്രിമിനൽ, ഹീസ് എ ക്രിമിനൽ. അതിനപ്പുറത്ത് അതിലുണ്ട് എല്ലാ ഡെഫിനിഷൻസും ഉണ്ട്. ഹി നോസ് ഇറ്റ്. അതുകൊണ്ടല്ലേ 2 വാക്കിൽ അയാൾ എഴുതി കൊടുത്തിട്ട് പോയത്. ഇനിയാണ് കിടക്കുന്നത്. അമ്മ സംഘടനയിൽ വിശ്വാസമുണ്ടോ? ഇല്ലല്ലോ, ഒരു വിശ്വാസവും ഇല്ല. അവരെന്താന്നുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ വർഷങ്ങളായിട്ട്. ഒരു വിശ്വാസവും ഇല്ല. അവരെല്ലാം ഒറ്റക്കെട്ടാണ്. മേ ബി ലൈക്ക് 1-2 പീപ്പിൾ, അവർക്ക് ദർ ആർ വെരി ഫ്യൂ. നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ, കുറച്ച് സെൻസിബിളായിട്ട് പറഞ്ഞ ആൾക്കാരൊക്കെ നമുക്കറിയാം. ജഗദീഷ് സാർ ആണെങ്കിലും ഒക്കെ ദി സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, കോൾ ഹിം എ സൂപ്പർ സ്റ്റാർ. സെൻസിബിൾ ആയിട്ടൊരു വിഷയത്തിനെ പഠിക്കാനും തിരുത്താനും, അല്ലെങ്കിൽ പ്രശ്നമുണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്കാരുടെ കൂടെയാണ് എന്ന് സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള ഒരു ഇതല്ലേ. സോ അങ്ങനെയുള്ള കുറേ ആളുകൾ അവരുടെ ഒപ്പീനിയൻ ഡിസഗ്രിമെന്റ് കാണിച്ച് തന്നെയാണ് അവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. രേവതി തിരുവനന്തപുരത്തെ ചലച്ചിത്ര പരിസരത്തെ മേഖലകളിലൊക്കെ സുപരിചിതമായ ഒരാളാണ്. ഇപ്പോൾ ഈ IFFK അങ്ങനെയൊക്കെ നടത്തുന്ന സംഭവമാണ്. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ രാജി ആവശ്യം, രാജി മറുപടിയൊക്കെ ശക്തമാണ്. അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം?
നല്ല രീതിയിലുള്ള ഇത് കാണുന്നുണ്ട്, ഡ്രാമ കാണുന്നുണ്ട്. അയാളെയൊക്കെ ആ സ്പോട്ടിൽ പുറത്താക്കേണ്ട കാര്യമാണ്. അപ്പം അതും ഈ പറയുന്ന പോലെ ഇങ്ങനെ കിടന്ന് വലിയുന്നത് കാണുന്നത് ഇതിൻ്റെ വേറൊരു വേർഷൻ ഓഫ് അബ്യൂസേഴ്സ് ഒക്കെ അൾട്ടിമേറ്റ്ലി അവർ ഓൾ ആർ ഇൻ ദ സെയിം ബോട്ട്. അവർ തമ്മിൽ ഭയങ്കര ഒരു ടൈപ്പ് ഉണ്ട്, ഭയങ്കര ഒരു ടുഗദർനെസ് ഉണ്ട്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ബോണ്ട് ഭയങ്കരമായിട്ടുണ്ട്. അപ്പം അവർക്കത് അറിയാം എങ്ങനെ കൊണ്ടുപോകണം. അപ്പം അതിൻ്റെ ഒരു പൊളിറ്റിക്സാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പമെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഇവരൊക്കെ എത്രയും പെട്ടെന്ന് ആക്ഷൻസ് എടുക്കാന്നുള്ളത്. ഇനി എന്താണ് വരാനുള്ളത്? റിപ്പോർട്ടിൽ ഇത്രത്തോളം വിസിബിളായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഡിസ്ക്രൈബ് ചെയ്ത്. സോ കണ്ണും കാതൊക്കെ തുറന്നല്ലേ നമ്മളിവിടെ എല്ലാം ഇരിക്കുന്നത്. സിസ്റ്റം ഷുഡ് ടേക്ക് കെയർ. ഒരു ചോദ്യം കൂടി, സിദ്ദീഖിന്റെ ഇത് രാജ്യനാടകമാണോ? നാടകമാണ്, പുള്ളി നാടകമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർക്കാർ കൂട്ടുപിടിക്കുന്നത് ടു ആൻ എക്സ്റ്റെൻറ്റ് ദർ ഇസ് എ ചാൻസ്. ഐ സ്ട്രിക്ട്ലി ബിലീവ് ദാറ്റ്. അല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് വരട്ടെ, അല്ലേ? സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റട്ടെ. സാറ്റിസ്ഫാക്ടറി നിയമപരമാണ്. കേസ് കൊടുക്കണം, അന്വേഷണം നടക്കണം, കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതാണ് ആ സാറ്റിസ്ഫാക്ടറി എലമെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഇപ്പം നമുക്ക് ഇൻഡിവിജ്വലി കേസ് കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള ഹോപ്പ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നതുമില്ല ഇവർ. ആ ഹോപ്പ് നമുക്ക് എന്തെങ്കിലും തോന്നട്ടെ, എന്നാൽ ഞാൻ ഇറങ്ങാം. ആ ഹോപ്പ് എനിക്ക് രജിസ്റ്റർ ആവണ്ടേ? ബീങ് ആൻ ഇൻഡിവിജ്വൽ എനിക്ക് രജിസ്റ്റർ ആവണം. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പല സെക്യൂരിറ്റിയും സേഫ്റ്റിയും അവർ അഷ്യൂർ ചെയ്യും എന്നുള്ളത്. എവിടെ ആരും എനിക്ക് ഒരു വെളിയൊന്നും ഇല്ലല്ലോ. അപ്പം അവർ അഷ്യൂർ ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും എൻ്റെ ഡ്രീമും ഞാൻ ഒരു രീതിയിലും മാറ്റി വെക്കേണ്ടി വരില്ല. മറ്റേത് എൻ്റെ ഡ്രീമും എല്ലാം ഹൈ റിസ്കിൽ എടുത്തുകൊണ്ട് ആരെങ്കിലും ഇറങ്ങും. കുറച്ച് വർഷം ഇവിടെ ജീവിച്ചിരിക്കും, എപ്പോഴാണ് മരിക്കുന്നതെന്ന് പോലും അറിയില്ല. ആ സമയത്ത് നമ്മൾ കരിയർ നോക്കാനല്ലേ നോക്കുള്ളൂ, ഇതിൻ്റെ പുറകെ പോകാൻ നോക്കില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും റേ ഓഫ് ഹോപ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിസ്റ്റം തരണം. ഈ പറയുന്ന ഗവൺമെന്റ് ആണെങ്കിലും അഷ്യൂർ ചെയ്യണം, തന്നാൽ മാത്രം പോരാ, അവർ അഷ്യൂർ ചെയ്യണം നമ്മുടെ സെക്യൂരിറ്റി. അങ്ങനെ ഒരു ഹോപ്പ് വരികയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ പെണ്ണുങ്ങളെല്ലാവർക്കും അതിനിപ്പോൾ എന്താ പ്രശ്നം? ഒരു പ്രോബ്ലം ഇല്ല, ഞാനടക്കം ഇറങ്ങും. പക്ഷെ നമുക്കത് പണയം വെക്കേണ്ടി വരരുത്. അവിടെയാണ് നമ്മളിതെല്ലാം മാറ്റി വെച്ച് നമ്മൾ ഇല്ല ഒന്നിനും ഇനി വയ്യ, ഞാൻ എന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഇന്ന് തീരുമാനം എടുക്കേണ്ടി വരുന്നത്. ഇത് നമ്മളെ മാത്രം കാര്യമല്ല, ഞാൻ പറഞ്ഞൊരു ഹോൾ മൾട്ടി അപ്രോച്ച് ഇതിനകത്ത് വേണം എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല, നിങ്ങൾ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് മൂവ് ചെയ്തില്ല, അങ്ങനെ അല്ല. അത് ഇതിനകത്ത് വേറെയും കുറേ എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സ് എല്ലാം ടിക്ക് കറക്റ്റ് ആകുമ്പോഴാണ് നമുക്കതിൽ ഫൈൻ എന്ന് പറഞ്ഞ് പറ്റുന്നത്. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഒരു സൊസൈറ്റിയൽ അപ്രോച്ച് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പിന്തുണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പോലീസിന്റെ ഭാഗത്ത് നിന്ന് പിന്തുണ എന്ന് പറയുന്നത് എനിക്കത് ഒരു തരത്തിലും വിശ്വാസമില്ല. കാര്യം അബ്യൂസ് എന്താന്ന് പോലും അറിയാത്ത കുറേ ആളുകളാണ് ഈവൻ വനിതാ കമ്മീഷനിലും. ഏറ്റവും കൂടുതൽ ഞാൻ നേരിട്ടുള്ള വനിതാ കമ്മീഷൻ സ്ത്രീകളിൽ നിന്നാണ്, സ്ത്രീ പോലീസുകളിൽ നിന്നിട്ടാണ് സത്യം പറഞ്ഞാൽ. അത്രയും അവരൊരു കേസിന് അനലൈസ് ചെയ്യുന്ന പോലും വളരെ, ആ റൂമിലൊക്കെ കയറി പോയി കഴിഞ്ഞാൽ, അവർ കേസ് FIR ഇടുന്ന റൂമിലൊക്കെ കയറി പോയി കഴിഞ്ഞാൽ ഒരു പ്രൈവസി പോലും നമുക്കില്ല. കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്, എല്ലാവരും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, വഴക്ക് പറയുന്ന പോലത്തെ ഒരു രീതി വോയിസിൽ. ഒരു സേഫ്റ്റി തോന്നൂല. ലൈക്ക് നമ്മളെന്തോ ഉപദ്രവം എന്തോ കുറ്റം ചെയ്ത് നമ്മൾ ഇരിക്കുന്ന പോലെ ഉള്ളൊരു ട്രീറ്റ്മെന്റ്. സോ ഇതൊക്കെ അഴിച്ച് പണിയണം, എന്നാലേ നമുക്ക് ഒന്ന് വിശ്വാസം വരുള്ളൂ. അല്ലാതെ എല്ലാവരും നമ്മളിങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബെറ്റർ ട്രോമ എടുക്കില്ല. രേവതി സമ്പത്താണ് നമ്മളോട് പ്രതികരിച്ചത്. നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് മറുപടി എന്നുള്ളതാണ് പറഞ്ഞത്. ക്യാമറമാൻ വിപിൻ വെളിക്കൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.